രൗദ്രം. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. ദക്ഷ ഫോൺ വിളിച്ചു നോക്കിയെങ്കിലും അവളുടെ അമ്മ കോൾ അറ്റൻഡ് ചെയ്തില്ല. വിഷമത്തോടെ ഫോൺ തിരിച്ച് ലക്ഷ്മിക്ക് കൈമാറി. ആ നേരത്താണ് മുറ്റത്തേതോ വാഹനം വന്ന് നിന്നത് അവൾ കണ്ടത്. രുദ്രൻ എത്തിയല്ലോ. ലക്ഷ്മി ചെന്നിട്ട് വാതിൽ തുറന്നതും ദക്ഷയെ വിറയ്ക്കാൻ തുടങ്ങി. ഇതെവിടായിരുന്നു നീ? എത്ര നേരമായി മോനെ അമ്മ വിളിക്കാൻ തുടങ്ങിയിട്ട്? ആ, ഇത്തിരി ബിസിയായിരുന്നു പറഞ്ഞുകൊണ്ടവൻ അകത്തേക്ക് വന്നപ്പോഴാണ് ദക്ഷയെ കണ്ടത്. ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു. മോനെ, ഭക്ഷണം വേണ്ടേ? അമ്മ ചോദിക്കുന്നത് കേട്ട് അവൻ മുഖം വെട്ടിത്തിരിച്ചു. ഞാൻ കഴിച്ചു, ഇനിയൊന്നും വേണ്ടമ്മേ. അവൻ മുകളിലേക്ക് പോയപ്പോൾ ലക്ഷ്മിയമ്മ അവളെ നോക്കി. കയറിപ്പോയിക്കോളൂ. അവർ പറഞ്ഞിട്ടും ദക്ഷ അവിടെ തന്നെ നിൽപ്പ് തുടർന്നു. പേടിക്കൊന്നും വേണ്ട, എൻ്റെ മകൻ അത്രയ്ക്ക് ഭീകരനൊന്നുമല്ല. നിന്റെ കുടുംബത്തിലുള്ളവരെ പോലെ ചതിക്കാനും വഞ്ചിക്കാനും ഒന്നും അവനറിയില്ല. അതുകൊണ്ട് ദക്ഷ മുറിയിലേക്ക് പോയിക്കോളൂ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മ അവരുടെ റൂമിലേക്ക് നടന്നു. കുറച്ചു സമയം അനങ്ങാതെ നിന്നിട്ട് ഒടുവിൽ ദക്ഷയും പതിയെ മുകളിലേക്ക് കയറിപ്പോയി. രുദ്രൻ്റെ റൂമിൻ്റെ വാതിൽക്കലെത്തിയപ്പോൾ ലൈറ്റ് ഓഫായിരിക്കുന്നത് അവൾ കണ്ടു. വാതിൽ ചാരിയിട്ടിട്ടേ ഉള്ളൂ. അകത്തേക്ക് പോകുവാൻ വീണ്ടും ഭയം. ഒടുവിൽ ആ പാവം പെൺകുട്ടി വാതിലിൻ്റെ അടുത്തായി ചുവരിലൂടെ ഊർന്ന് താഴേക്കിരുന്നു. അച്ഛൻ്റെ വിവരം അറിയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു നിർവാഹവുമില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൊണ്ടക്കുഴിയിൽ നിന്നും എന്തോ ഒരു ഗദ്ഗതം. കാൽമുട്ടിൽ മുഖം പൂഴ്ത്തി അവൾ കരഞ്ഞു. ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛൻ്റേതൊരു തരം വൃത്തികെട്ട സ്വഭാവമാണ്. അമ്മ പാവമായതുകൊണ്ട് എല്ലാം കണ്ടില്ല കേട്ടില്ലെന്നടിച്ച് ജീവിച്ചു. കാരണം തന്നെ ഓർത്തു മാത്രം. സ്ഥിരമായി അച്ഛൻ പോകുന്ന ഒരു സമ്പന്നക്കാരി ഉണ്ടായിരുന്നു, വിലാസിനി. അച്ഛന് ചെറിയ പ്രായം തൊട്ടേ വിലാസിനിയോട് പ്രണയമായിരുന്നു. വിവാഹം കഴിക്കുവാൻ ഒരുപാട് ആഗ്രഹിച്ചു. എന്നാൽ വിലാസിനിയെ അവളുടെ വീട്ടുകാരൊക്കെ ചേർന്ന് ഏതോ ഒരു ലോറിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടു. പിന്നീട് യാതൊരു വിവരവുമില്ലായിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം വിലാസിനി വീണ്ടും തിരിച്ചു വന്നു. അവർ വരുന്നതിൻ്റെ 2 ആഴ്ച മുന്നെയാണ് അച്ഛനമ്മയും വിവാഹം കഴിച്ചത്. അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും സമാധാനം നിറഞ്ഞ ദിവസങ്ങളെന്ന് പറയുന്നത് ആ 2 ആഴ്ചയായിരുന്നു. വിലാസിനി വന്നതോടെ അച്ഛൻ പിന്നെയും അവളുടെ കൂടെയായി പൊറുതി. തന്നെ പ്രസവിക്കാനായി അമ്മ വീട്ടിലേക്ക് പോയപ്പോൾ അച്ഛൻ വിലാസിനിയെ കൂട്ടിക്കൊണ്ടുവന്ന് തങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചു. അയൽ വീട്ടിലെ ആരൊക്കെയോ അമ്മയോട് പറഞ്ഞു, അമ്മ എന്തെങ്കിലും പ്രതികരിച്ചാൽ അച്ഛനിൽ നിന്നും നല്ല പ്രഹരം ലഭിക്കും. അതുകൊണ്ട് പാവം പിന്നീട് നിശബ്ദയായി എല്ലാം സഹിക്കുകയായിരുന്നു. വിലാസിനിക്കൊരു മകളുണ്ടായിരുന്നു. അത് അച്ഛൻ്റേതാണെന്നും അപ്പച്ചിയും ജാനകിയും ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. 1-2 തവണയൊക്കെ താൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്. എന്നാൽ അച്ഛൻ്റെ ചായയൊന്നും തനിക്ക് തോന്നിയിട്ടില്ല. അറിയില്ല സത്യം എന്താണെന്നുള്ളത്. രുദ്രനാരായണൻ കൊടുത്ത കാശ് അച്ഛൻ ആർക്ക് കൊണ്ടുപോയി കൊടുത്തു എന്ന് പോലും അറിയില്ല. എത്രയുണ്ടെന്നും. പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പാവം ദക്ഷ എപ്പോഴോ കണ്ണുകൾ പൂട്ടി. കൃത്യം 5 മണിക്ക് തന്നെ രുദ്രൻ ഉണർന്നു. ലൈറ്റിട്ടുകൊണ്ട് അവൻ കിടക്കയിൽ നിവർന്നിരുന്നു. അല്പസമയം അതേ ഇരിപ്പ് തുടർന്നിട്ട് അവൻ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി. കുളിയൊക്കെ നടത്തിയ ശേഷം അവൻ പതിയെ ഡോർ തുറന്നു. പെട്ടെന്ന് കാലിൽ എന്തോ തടഞ്ഞ് അവൻ മുൻപോട്ട് വീഴാൻ തുടങ്ങി. അപ്പോഴാണ് തറയിൽ കിടന്നുറങ്ങുന്ന ദക്ഷയെ അവൻ കണ്ടത്. ഒരൊറ്റ അലർച്ചയായിരുന്നു. പാവം ദക്ഷ കേട്ടില്ല. ദക്ഷ! അല്പം കുനിഞ്ഞു നിന്നുകൊണ്ട് അവൻ അലറി വിളിച്ചതും അവൾ ചാടി എഴുന്നേറ്റു. ശരീരം മുഴുവനും മരച്ച് കിടന്നതുകൊണ്ട് അവൾ കിടുകിടാന്ന് വിറച്ചു. അവളെ ഒന്നുകൂടെ ഒന്ന് നോക്കിയ ശേഷം രുദ്രൻ താഴോട്ടിറങ്ങിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ദക്ഷയും അവൻ്റെ പിന്നാലെ ചെന്നു. ലക്ഷ്മിയമ്മയും പത്മിനി വല്യമ്മയും കുളിയൊക്കെ കഴിഞ്ഞ് ഐശ്വര്യമായിട്ട് നിൽപ്പുണ്ട്. അപ്പോഴാണ് അവർ ദക്ഷയെ കാണുന്നത്. എന്താണ് കുട്ടി? കഷ്ടം, കാലത്ത് എണീറ്റ് കുളിയും ജപവും ഒന്നും ഇല്ലേ നിനക്ക്? പത്മിനി വല്യമ്മ ശബ്ദമുയർത്തിയപ്പോൾ ദക്ഷ തിരിഞ്ഞു നോക്കി. പോയി കുളിക്കടി, മോശം. അവൻ വഴക്കു പറഞ്ഞതും ദക്ഷ മുറിയിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ കുളിച്ചു. ജാനകിയുടെ ഡ്രസ്സ് എടുത്തിട്ടു. എന്നിട്ട് പിന്നെയും താഴേക്ക് വന്നപ്പോൾ സരത്തുയർത്തി തൻ്റെ ബാഗും പിടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു വരുന്നത് കണ്ടു. മോനെ, സരസു ഇവിടെ നിൽക്കട്ടെ, ദക്ഷയ്ക്കൊരു സഹായമായിട്ട്.
അമ്മയാണെങ്കിൽ മകനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ രുദ്രൻ അത് അനുവദിച്ചു കൊടുത്തില്ല. വേണ്ട, ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ തൽക്കാലം ഒരാൾ മാത്രം മതി. അതിന് ദക്ഷയുണ്ട്. അവൻ പറഞ്ഞതും പിന്നീട് ലക്ഷ്മി മറുപടിയൊന്നും പറഞ്ഞില്ല. രുദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വണ്ടി സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടപ്പോൾ സരസ്വതി അമ്മയും വല്യമ്മയും നോക്കി യാത്ര ചോദിച്ചു. എന്നിട്ട് വേഗം വെളിയിലേക്ക് പോയി. എന്തൊരു കഷ്ടമാണ്, പാവ സരസു. അവൾക്ക് നല്ല വിഷമമുണ്ട്. ഇതിനെല്ലാം കാരണക്കാരി ആ ജാനകിയാണ്. എൻ്റെ മകനെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അവൾക്ക് നേരത്തെ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഇതിപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ലക്ഷ്മി സങ്കടത്തോടെ സെറ്റിയിലിരുന്നു. ദക്ഷ, ഇവിടെ എന്നും കാലത്തെ എല്ലാവരും കുളിക്കും. തറവാട്ടിലെ അമ്പലത്തിൽ പോകും. കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പത്മിനി പറഞ്ഞതും അവൾ തലകുലുക്കി. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ദോശയാണ്. കുട്ടിക്ക് പാചകം വല്ലതും അറിയോ? ഓ, പത്മിനി ചോദിച്ചതും അവൾ തലകുലുക്കി. ഓ, ഭാഗ്യം. എങ്കിൽ പിന്നെ അടുക്കളയിലേക്ക് പൊയ്ക്കോളൂ. പത്മിനി പറഞ്ഞപ്പോൾ ദക്ഷ അവിടേക്ക് നടന്നു. ലക്ഷ്മി, നീ വിഷമിക്കാതെ. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. അവന് വിധിച്ചത് ദക്ഷയാണ്. രുദ്രൻ യാതൊരു കാരണവശാലും ദക്ഷയെ ഭാര്യയായിട്ട് കാണില്ല ഏട്ടത്തി. അവൻ അവളുടെ വീട്ടുകാരോടും ജാനകിയോടും ഒക്കെ പകയാണ്. ആ പക വീട്ടുവാൻ വേണ്ടി മാത്രമാണ് ദക്ഷയെ അവൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ ആദ്യത്തെ നീക്കമാണ് ഇപ്പോൾ സരസുവിനെ പറഞ്ഞു വിട്ടത്. ഈ പെൺകുട്ടിയെ ഇവിടെ ഇങ്ങനെ താമസിപ്പിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. പറഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ വാക്കുകൾ ഇടറി. എന്ത് പറയാനാ ലക്ഷ്മി? ഇതിപ്പോൾ അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന മട്ടിലാണ് കാര്യങ്ങൾ. ജാനകി തെറ്റിയതെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടത് അവളാണ്. അതിനു പകരം ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. പിന്നെ അവളുടെ അച്ഛൻ രുദ്രനോട് വാങ്ങിയ തുക തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് രുദ്രനിൽ നിന്നും ഒരു മോചനം ലഭിക്കും. പത്മിനി പറഞ്ഞു. ഈ സമയത്ത് ദക്ഷ അടുക്കളയിലാണ്. ദോശയും ചമ്മന്തിയും സാമ്പാറും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവൾ പാത്രങ്ങളൊക്കെ കഴുകി കമിഴ്ത്തി. അപ്പോഴേക്കും രുദ്രനും എത്തി. ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയപ്പോൾ ലക്ഷ്മിയമ്മ വന്നിട്ട് എല്ലാം എടുത്തുകൊണ്ട് ഊണുമേശയിൽ വെച്ചു. പത്മിനി വന്നിട്ട് ദക്ഷയെ കഴിക്കാനായി വിളിച്ചു. ഇല്ല, വല്യമ്മ പോയി കഴിച്ചു. എനിക്കിപ്പോൾ ഒന്നും വേണ്ടാഞ്ഞിട്ടാണ്, അവൾ സാവധാനം പറഞ്ഞു. നല്ല അസല് കൈപ്പുണ്യല്ലേ ചേച്ചി? ദോശയും ചമ്മന്തിയും കൂട്ടിക്കഴിക്കുമ്പോൾ ലക്ഷ്മി പറയുകയാണ്. രുദ്രനത് കേട്ട് ഭാവം പോലും ഇല്ല. ആ കുട്ടിയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ല. ദക്ഷ! ലക്ഷ്മിയുടെ ശബ്ദം കേട്ട് ദക്ഷ ഓടി വന്നു. ഇങ്ങോട്ട് വരൂ, ഒരുമിച്ച് കഴിക്കാം. ഇപ്പോൾ വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. മറുപടി കൊടുത്തിട്ട് അവൾ പിൻവാങ്ങി. സരസു ഒന്നും ഇവിടെ ഇരുന്നാണോ കഴിച്ചുകൊണ്ടിരുന്നത്? രുദ്രൻ അമ്മയോട് ചോദിക്കുന്നത് ദക്ഷയും കേട്ടു. വല്ലാത്തൊരു നിസ്സംഗ പാവത്തോടെ ആ പാവം പെൺകുട്ടി നടന്നുപോയി. ഈ സമയത്ത് വിശ്വനാഥനുമായിട്ട് കൊമ്പ് കോർക്കുകയാണ് ലേഖ. ആ പയ്യനോട് വാങ്ങിയ പണം തിരികെ കൊടുത്തിട്ട് എൻ്റെ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരൂ വിശ്വേട്ട. അയാളാണെങ്കിൽ യാതൊരു കുലുക്കവുമില്ലാതെ ഒരേ ഇരിപ്പാണ്. എൻ്റെ മോള്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പാവമാണ് എൻ്റെ കുഞ്ഞ്. അവനവളെ ഉപദ്രവിക്കും. അതിനു മുന്നേ അവളെ കൂട്ടിക്കൊണ്ടുവാ. ലേഖ പിന്നെയും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷെ അയാൾ ഒരു അക്ഷരം ഉരിയാടിയില്ല. ദയവ് ചെയ്ത് ആ പൈസ എവിടെയാണെന്നെങ്കിലും പറയാൻ. വിലാസിനിക്ക് കൊടുത്തോ? എങ്കിൽ ഞാൻ പോയി വാങ്ങിക്കാം. ലേഖ അയാളുടെ ഇരു തോളിലും പിടിച്ച് കുലുക്കി. അപ്പോഴേക്കും വിശ്വനാഥൻ ലേഖയുടെ കരണം തീർത്തൊരൊറ്റ അടി. പാവം ലേഖ പിന്നോട്ട് മലച്ചുപോയി. മാലതി ഓടി വന്നവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. തൊട്ടു പോകരുത്. നിങ്ങളും നിങ്ങളുടെ മകളും കാരണമല്ലേ എൻ്റെ കുഞ്ഞിനീ ഗതി വന്നത്. അവരോട് ഒരു തെറ്റുപോലും ചെയ്യാത്ത എൻ്റെ പൊന്നുമോള്. അവളിപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. മാലതിയുടെ കൈ തട്ടിമാറ്റിയിട്ട് ലേഖ ഇന്ന് വിതുമ്പി. വിശ്വനാഥൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയപ്പോൾ ലേഖ അയാളെ ഉറക്കെ ശപിച്ചു. മുടിഞ്ഞു പോകും, നിങ്ങൾ മുടിഞ്ഞു പോകും. എൻ്റെ കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ മരണത്തിന് നിങ്ങൾ ഉത്തരവാദിത്വം പറയേണ്ടി വരും, ഉറപ്പ്. ലേഖ അലറി പറയുന്നത് കേട്ട് അയാൾ വേഗത്തിൽ നടന്നുപോയി.
രാവിലത്തെ ജോലികളൊക്കെ തീർത്ത ശേഷം ദക്ഷ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്ത് രുദ്രൻ അവൻ്റെ മുറിയിലാണ്. ലക്ഷ്മി വന്നപ്പോൾ ദക്ഷ കൂർക്ക ചുരുണ്ടുകയാണ്. മോളെ, അവർ വിളിച്ചതും ദക്ഷ മുഖമുയർത്തി നോക്കി. അതിങ്ങി തരൂ, അമ്മ ചെയ്യാം. വേണ്ട, കഴിഞ്ഞു, ഇത്തിരി കൂടിയുള്ളൂ. സാരില്ല, ഇങ്ങോട്ട് തരൂ. അവർ ബലമായി തന്നെ അവളോട് പാത്രം വാങ്ങി. കോവയ്ക്ക തോരൻ വെച്ചതെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നു. എന്നിട്ട് കട്ടത്തൈരും കൂടി എടുത്ത് ദക്ഷ വെച്ചു. പത്മിനി വല്യമ്മ വന്ന് നാളികേരമൊക്കെ തിരുമ്മിക്കൊടുത്തു. മോളെ, അവർ വിളിച്ചതും ദക്ഷ തിരിഞ്ഞു നോക്കി. രുദ്രൻ പുറത്തേക്ക് പോകുമ്പോൾ അമ്മയെ വിളിക്കാട്ടോ, വിഷമിക്കൊന്നും വേണ്ട. പത്മിനി അവൾ നന്ദിയോടെ നോക്കി നിന്നു. മോളെന്തെങ്കിലും കഴിച്ചോ? ലക്ഷ്മി ചോദിച്ചു. എനിക്ക് തീരെ വിശപ്പില്ല, ഇത്തിരി കഴിഞ്ഞ് കഴിച്ചോളാം അമ്മേ. ഇത്ര നേരമായിട്ട് ഒന്നും കഴിച്ചില്ലേ? കഷ്ടം. ലക്ഷ്മി എഴുന്നേറ്റ് ചെന്നിട്ട് 2 ദോശ എടുത്തു. കുറേ സാമ്പാറും ചമ്മന്തിയും ഒഴിച്ചു. ദക്ഷയെ ഒരുപാട് നിർബന്ധിച്ചു. ഒടുവിൽ അവൾ പ്ലേറ്റ് വാങ്ങി. ഡൈനിങ് റൂമിലിരുന്ന് കഴിക്കുവാനായി അവളോട് ഒരുപാട് പറഞ്ഞെങ്കിലും ദക്ഷ സമ്മതിച്ചില്ല. അവൾക്ക് രുദ്രനെ ഭയമായിരുന്നു. ഒടുവിൽ അവൾ അടുക്കളയുടെ മൂലയ്ക്ക് ഒരു കസേരയിലിരുന്ന് കഴിച്ചു. ദക്ഷ, മുഷിഞ്ഞ തുണികളുണ്ടെങ്കിൽ എടുത്തോളൂ, നമുക്ക് നനച്ചിടാം. ലക്ഷ്മി പറഞ്ഞപ്പോൾ അവൾക്ക് പേടിയായി. രുദ്രൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുന്നതോർക്കുമ്പോൾ പാവത്തിൻ്റെ കാലുകൾ കൂട്ടി വിറയ്ക്കും. ദക്ഷ, പോയതിങ്ങടെ എടുത്തുകൊണ്ട് വരൂ. ലക്ഷ്മി പിന്നെയും പറഞ്ഞപ്പോൾ അവൾ തല കലുക്കിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മുകളിലേക്കുള്ള പടികൾ ഒന്നൊന്നായി കയറുമ്പോൾ ദക്ഷ വല്ലാതെ ഭയന്നു. ചാരിക്കിടന്നിരുന്ന വാതിലിൻ്റെ മുൻപിൽ ഇത്തിരി നേരം നിന്നിട്ട് ധൈര്യം സംഭരിച്ചുകൊണ്ടവൾ അത് തുറന്നു. പതിയെ അകത്തേക്ക് കയറിയതും രുദ്രൻ കലി പുരണ്ട് കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് പാഞ്ഞു വന്നു. തുടരും.